പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ലോക ജീവിതം സ്ഥിരമല്ല. നമ്മൾ എല്ലാവരും ഒരിക്കൽ മരണത്തെ നേരിടും. അതിനുശേഷം നമ്മളെ കാത്തിരിക്കുന്നത് രണ്ട് വഴികളാണ്. ഒന്ന് സ്വർഗം, രണ്ട് നരകം. ഖുർആനും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഇവയെക്കുറിച്ച് നമ്മെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് അതിനെക്കുറിച്ച് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. സ്വർഗം വിശ്വാസികൾക്കുള്ള പ്രതിഫലമാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നു, വിശ്വാസികളും സൽക്കർമ്മം ചെയ്യുന്നവരും സ്വർഗത്തിലെ അവകാശികളാണ്. സ്വർഗം ഒരു അനന്തമായ സന്തോഷത്തിൻ്റെ സ്ഥലമാണ്. സ്വർഗത്തിൻ്റെ പ്രത്യേകതകൾ: സ്വർണവും മുത്തും കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങൾ, താഴെ ഒഴുകുന്ന നദികൾ, ഒരിക്കലും തീരാത്ത സമാധാനം, ദുഃഖവും രോഗവും മരണവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യ മനസ്സും ചിന്തിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിൽ ഉള്ളത്. സ്വർഗത്തിൽ മനുഷ്യൻ എപ്പോഴും യുവാവായിരിക്കും, ഹൃദയം ശുദ്ധമായിരിക്കും. ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവനെ ദർശിക്കാനാകും. നരകം അവഗണനയുടെ ഫലമാണ്. നരകം ഒരു ഭീഷണിപ്പെടുത്തലല്ല, അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. ഖുർആൻ പറയുന്നു, അവിടെ അവർ ആരും മരിക്കുകയുമില്ല, ജീവിക്കുകയുമില്ല. നരകത്തിൻ്റെ അവസ്ഥ: ഈ ലോകത്തിലെ തീയേക്കാൾ അനവധി ഇരട്ടി ശക്തിയുള്ള തീ. കുടിക്കാൻ തിളച്ച വെള്ളം, തീ തുപ്പുക, ശിക്ഷ, വേദന. നരകം ഒരുക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനെ നിഷേധിച്ചവർക്കും നമസ്കാരം ഉപേക്ഷിച്ചവർക്കും അനീതിയും അക്രമവും ചെയ്തവർക്കും പശ്ചാത്താപമില്ലാതെ പാപം ചെയ്തവർക്കും. ഈ ലോകം ഒരു അവസരമാണ്. പ്രിയരെ, ഇന്ന് നമുക്ക് സമയം ഉണ്ട്, നാളെ സമയം ഉണ്ടാകണമെന്നില്ല. അള്ളാഹു നമ്മെ വിളിക്കുന്നു, എൻ്റെ അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളോട് അനീതി ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശപ്പെടരുത്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ: 5 നേരം നമസ്കാരം പാലിക്കുക, ഖുർആൻ പഠിക്കുക, അനുസരിക്കുകയും ചെയ്യുക, സത്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, സത്യസന്ധമായി തൗബ ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, സ്വർഗം നേടാൻ പരിശ്രമിക്കാം, നരകത്തിൽ നിന്ന് രക്ഷ നേടാം. അള്ളാഹു നമ്മളെയെല്ലാം ജന്നത്തിലെ അവകാശികളാക്കുകയും ജഹന്നത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ.